അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ. ഈശോയുടെ അമ്മേ, ഞങ്ങളുടെയും അമ്മേ, പ്രിയ മക്കൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ. വിമല സങ്കേതം ഞങ്ങളുടെ ശുശ്രൂഷയുടെ 6-ാം ദിനത്തിൽ അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മ വഴി ഈശോയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും അമ്മേ വാങ്ങിത്തരണമേ. പാപികളുടെ സങ്കേതമായ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെല്ലാവരെയും ചേർക്കണമേ. തിന്മയുടെ മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ പ്രിയപുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഈശോസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായി നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. അമ്മ മാതാവേ, നീലമേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ, സംരക്ഷിക്കണമേ. മാതൃവാത്സല്യത്തിൻ്റെ തണലിൽ പ്രിയ മക്കളെ അമ്മ ചേർത്ത് പിടിക്കണമേ. പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങാം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘകാലം വസിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, വിമല സങ്കേതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ 6-ാം ദിനം. നമ്മൾ പ്രാർത്ഥനയോടെ ഈ ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിനങ്ങളിൽ നമ്മളെ വഴി നടത്തിയ നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. ഈശോയെ, പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ ലഭിച്ച എല്ലാ ദൈവിക കൃപാവരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാരംഭഘട്ടത്തിലാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 12 ദിനം നമ്മൾ ലോകാരൂപിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരംഭ ദിനത്തിൽ കണ്ടു, ഞാനൊരു അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് പാപത്തിൻ്റെ മേഖലയാണ്. 2-ാം ദിനത്തിൽ കണ്ടു, ആ പാപം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കും. ദൈവത്തിൽ നിന്ന് ആ പാപം എന്നെ അകറ്റും. അപ്പോൾ എൻ്റെ അധ്വാനങ്ങൾ ഫലം ചൂടില്ല, എൻ്റെ പ്രവൃത്തികൾ ഫലം ചൂടില്ല എന്ന് കണ്ടു. വീണ്ടും നമ്മൾ കാണുകയുണ്ടായി, പാപം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയും. ഒന്നാം നമ്മൾ കണ്ടു, പാപം നമ്മുടെ കുടുംബങ്ങളെ തകർക്കും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ കടന്നു വരുവാൻ, അസ്വസ്ഥതകൾ കടന്നു വരുവാനായിട്ട് ഇത് കാരണമായി തീരും. ദാമ്പത്യ ബന്ധങ്ങളുടെ മേഖലയിൽ വലിയ അസ്വസ്ഥതകൾക്ക് പാപം കാരണമായി തീരും എന്നതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ സഹോദര ബന്ധങ്ങളെക്കുറിച്ച്, ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ ദൈവം എനിക്ക് നൽകിയ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവരോട് നന്മ ചെയ്യുവാനും എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അവരെ സഹായിക്കുവാനും ഒക്കെ ആയിട്ട് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സഹോദര ബന്ധങ്ങളിൽ വലിയ അഭിഷേകമുണ്ടാകുവാൻ വേണ്ടി
നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചു. ഒപ്പം ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു മുന്നേറുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്: നമ്മളിവിടുന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന വചനചിന്തകളെക്കുറിച്ച് ധ്യാനിക്കണം. എൻ്റെ ജീവിതത്തെ ഈ തിന്മയുടെ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അസ്വസ്ഥതയിൽ നിന്ന് എങ്ങനെ അതിജീവിച്ച് ദൈവകൃപയിൽ മുന്നേറുവാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ആ ദിവസം മുഴുവനും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, സുഹൃത ജപങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം, കൊച്ചു കൊച്ചു പുണ്യപ്രവൃത്തികൾ. അച്ഛന് ഇവിടുത്തെ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന വളരെ കുഞ്ഞു കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങളെക്കൊണ്ട് വ്യക്തിപരമായിട്ട് അല്പം കൂടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. അപ്പോൾ വ്യക്തിപരമായ ജീവിത വിശുദ്ധീകരണം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. അതാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് 6-ാം ദിനത്തിലെ വചനചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രവിച്ച വചനം ഇതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം: നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ദേശത്ത് നീ ദീർഘകാലം വസിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പം നമുക്ക് ദൈവകൃപകൾ, ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് എന്ന് തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടത് നമ്മുടെ തലമുറകളിലൂടെയാണെങ്കിൽ ദൈവകൃപകളും കടന്നു വരുന്നത് നമ്മുടെ തലമുറകളിലൂടെയാണ്, നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് എന്നൊരു ചിന്ത തമ്പുരാൻ നമുക്ക് നൽകുകയാണ്. വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 52-ാം തിരുവചനമാണ്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ജീവിച്ചു. നമ്മൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കാണുന്ന സംഭവം ഇതാണ്. ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും അന്വേഷിച്ച് നടന്ന അവസാനം കൂട്ടിക്കൊണ്ടുവരുന്നു. തുടർന്നാണ് ഈ വചനം നമ്മൾ വായിക്കുന്ന: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ജീവിച്ചു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം തിരുവചനം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം തിരുവചനം. നോട്ട് ചെയ്യേണ്ടവർ ഒന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ. ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വചനം കൂടെ അച്ഛൻ പറഞ്ഞു തരികയാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്: ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാനായിട്ട് നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ വീണുപോകാതെ മുന്നേറുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്: നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ, നിങ്ങൾ കരുതലുള്ളവരായിരിക്കുവിൻ. അപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാവസ്ഥയാണ് നമ്മുടെ ദൈവവിളി. അത് കുടുംബജീവിതമാകാം, സമർപ്പണ ജീവിതമാകാം, പൗരോഹിത്യ ജീവിതമാകാം, ഏകസ്വ ജീവിതമാകാം, ഏതുമായിക്കൊള്ളട്ടെ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് എൻ്റെ ദൈവവിളിയെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിതാവസ്ഥയിൽ ഏറ്റവും കൃപയോടെ, ഏറ്റവും അഭിഷേകത്തോടെ, ഏറ്റവും ചൈതന്യത്തോടെ മുന്നേറണമെന്നാണ് യേശു എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്.
പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യതയോടെ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ദൈവവിളിയിൽ നമ്മൾ അഭിഷേകമുള്ളവരാകുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും പരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതേതുമാകാം. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു ഭർത്താവാകുവാൻ, നല്ല മക്കളാകുവാൻ. സമർപ്പണ ജീവിതമാണെങ്കിൽ അങ്ങനെ, പൗരോഹിത്യ ജീവിതമാണെങ്കിൽ അപ്രകാരം തീക്ഷ്ണതയുള്ള ദൈവ ആത്മാക്കൾക്ക് വേണ്ടി ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനാകും. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ഉത്തരവാദിത്വം ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് തിന്മയുടെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മളായിരിക്കുന്ന ദൈവവിളിയിൽ നമ്മുടെ കൃപയെ, ദൈവചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ സ്വാധീനം കടന്നു വരും. പാപത്തിൻ്റെ മറ്റൊരു ദുരന്ത ഫലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപം നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ദൈവവിളിയെ, നാം ആയിരിക്കുന്ന ദൈവവിളിയെ അസ്വസ്ഥപ്പെടുത്തും. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും നമ്മളെ പിൻവലിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൃപയെ ചോർത്തിക്കളയും, നമ്മുടെ അഭിഷേകത്തെ നശിപ്പിച്ചു കളയും. പ്രിയമുള്ളവർ, ഒരിക്കൽ ഞാൻ പോട്ട ആശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു +1 പഠിക്കുന്ന ഒരാൺകുട്ടി, നല്ല മിടുക്കനായൊരു കൊച്ച. അവൻ വീട്ടിലെ TV തല്ലിപ്പൊട്ടിച്ചു. ഇതാണ് കാരണം. സംഭവമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, നല്ല മിടുക്കനായ പയ്യൻ, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ കാര്യമൊക്കെ ചെയ്ത് ഇവനാണെന്ന്. അപ്പം ഇങ്ങനെ മിടുക്കനായിരിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചു, പപ്പയും മമ്മിയും പറഞ്ഞത് ശരിയാണോ? അവൻ സമ്മതിച്ചു. ഞാൻ അപ്പനെയും അമ്മേനെയും തൊട്ട് ചേർന്നുള്ള പള്ളിയിലേക്ക് ഇരുത്തി ഈ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മിടുക്കനായ നല്ലൊരു കൊച്ച്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇവൻ്റെ അപ്പൻ്റെ ജോലി നല്ലൊരു ബാങ്കിൽ നല്ല ഉദ്യോഗസ്ഥനാണ്. അമ്മ ഒരു ഗവൺമെൻറ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി. ഏക മകനാണ്. പ്രിയമുള്ളവരെ, ഇവന് +1 വരെ, 10ാം ക്ലാസ് വരെ മിടുക്കനായിട്ട് പഠിച്ചു. +1 ചേർന്നപ്പോൾ പുതിയ സ്കൂളായി, പുതിയ കൂട്ടുകെട്ടായി, പുതിയ ബന്ധങ്ങളായി. പുതിയ ബന്ധങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഇവൻ തെറ്റായ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി. ഇവനെ മറ്റുള്ളവർ അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാനായിട്ടുള്ള ഒരു കാരണം ഇതാണ്: ഇവൻ്റെ കയ്യിൽ മോശമല്ലാത്ത രീതിയിൽ പണമുണ്ട്, നല്ല പണമുണ്ട്. അപ്പൻ പോക്കറ്റ് മണി കൊടുക്കും, അമ്മ പോക്കറ്റ് മണി കൊടുക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിനും പൈസ കൊടുക്കും. അപ്പോൾ പൈസയ്ക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു കൊച്ച്. അപ്പോൾ ഈ പിള്ളേർ നോക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവനുണ്ടെങ്കിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇവനോട് പറഞ്ഞ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ട് ഇവനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ തെറ്റായ ഒരു കൂട്ടുകെട്ടിൽ ഇവൻ പെട്ടു. ലഹരി വസ്തുവിൻ്റെ ഒരു ഉപയോഗത്തിലേക്ക് ഈ കുഞ്ഞ് വീണുപോയി. എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോൾ രാത്രിയിലൊക്കെ ഇവനത് ഉപയോഗിക്കും. വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വരുമ്പോൾ ശനിയാഴ്ചത്തേക്കും ഞായറാഴ്ചത്തേക്കൊക്കെയുള്ള കൊണ്ടുവരും. മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഇതൊരു അവധി ദിവസത്തിൽ അപ്പനും അമ്മയും ഈ കുഞ്ഞും വീട്ടിലുണ്ട്. അപ്പം ഇവൻ എല്ലാ ദിവസവും സ്റ്റോക്ക് കൊണ്ടുവരും. അന്ന് അവനത് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. അപ്പം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ കുഞ്ഞത് കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. അതിലിങ്ങനെ ഇവനിരുന്ന് TV കാണുക. TV കണ്ടുകൊണ്ടിരിക്കുന്ന ഇവന് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ കാണുന്നു. ഇവൻ്റെ അപ്പച്ചൻ പപ്പ വന്ന് TVയുടെ ചാനലൊന്ന് മാറ്റി. ഇവൻ വീണ്ടും ആ റിമോട്ട് എടുത്ത് ചാനൽ പഴയത് വെച്ചു. അപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഇത്രയും നേരം ഇത് TV കണ്ടുകൊണ്ടിരുന്നതല്ലേ, ഇനി കുറച്ച് നേരം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അപ്പൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി പഴയ ചാനൽ തന്നെ അപ്പൻ വെച്ചു. റിമോട്ട് കയ്യിൽ പിടിച്ചു. ഈ കൊച്ചിന് ദേഷ്യം വന്നു. ചാനൽ മാറ്റാൻ നോക്കിയപ്പോൾ ചാനൽ കാണുന്നില്ല. ഇവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങാൻ നോക്കി, പറ്റണില്ല. ദേഷ്യം വന്നപ്പോൾ ഇവൻ ഇരിക്കുന്ന സെറ്റി, അതിൻ്റെ ഫ്രണ്ടിലൊരു ടീപ്പോയ് ഉണ്ട്, മനോഹരമായൊരു ഫ്ലവർ വൈസ് ഉണ്ട്. അതെടുത്ത് TVക്കിട്ട് ഒരൊറ്റയേറ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരു കുടുംബത്തിൽ സംഭവിച്ച സങ്കടവുമായിട്ട് കടന്നു വന്ന അപ്പനും അമ്മയും പട്ടാശ്രമത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ
പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഏറ്റവും അധികം പ്രാർത്ഥന നിയോഗം കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ് അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ മാതാപിതാക്കളും പറയുന്നൊരു നിയോഗം ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ഒത്തിരി കരുതലോടെയൊക്കെ ജീവിക്കുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു? അപ്പോൾ ഞാൻ ചെയ്യേണ്ട എൻ്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റെ വിളിയും ദൗത്യവും നിയോഗവും അനുസരിച്ച് ഞാൻ ജീവിക്കണം. അതിൽ നിന്നും തിന്മയുടെ സ്വാധീനം എന്നെ അകറ്റുമ്പോൾ ദൈവകൃപ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നഷ്ടപ്പെടുവാൻ അത് കാരണമായി തീരും. അപ്പം എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് ഈ പാപം അത് ഭയങ്കര സൂത്രമായിട്ട്, പിശാച് ഭയങ്കര സൂത്രക്കാരനായിട്ട് കടന്നു വന്ന് എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എന്നെ മെല്ലെ മെല്ലെ പിന്തിരിപ്പിക്കും. മറ്റൊരു കൊച്ചു സംഭവം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. കോട്ടയിൽ കുട്ടികളുടെ ധ്യാനം നടക്കുന്ന ഒരു സമയത്ത് ഞാനൊരു ക്ലാസ്സൊക്കെ എടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കുട്ടികളെ ഇൻ്റർവെല്ലിന് വിട്ട് പോകണ നേരത്തെ ഒരു കൊച്ചു മിടുക്കി, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെന്ന് തോന്നണം. അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കൗൺസിലിംഗ് വേണം. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞ്. അപ്പം ഞാൻ ഓർത്തു, ഈ കുഞ്ഞിന് എന്ത് കൗൺസിലിംഗ് ആണ്, ഇത്രമാത്രം സങ്കടം എന്താണ് ഈ കൊച്ചിന്? അതാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള മിടുക്കിയായ കൊച്ച്, പാട്ടൊക്കെ പാടുന്നു, ആക്ഷൻ സോങ്ങൊക്കെ നന്നായിട്ട് കളിക്കുന്നു, ബൈബിൾ വചനമൊക്കെ ചോദിച്ചാൽ ചാടി ചാടി ഉത്തരം പറയുന്ന മിടുക്കിയായ കൊച്ച്. എങ്കിലും എന്നോട് ചോദിച്ച ഈ കുഞ്ഞിനെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, അച്ഛൻ ഇൻ്റർവെല്ല് കഴിഞ്ഞ് വരുമ്പോൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ചായ കുടിച്ച് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയൊരു കാപ്പിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ധ്യാന ഹാളിലേക്ക് കയറി. ഈ മോൾ എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാൻ വന്നു, ഓഫീസിലിരുന്നു. കൊച്ചിൻ്റെ പേര് ചോദിച്ചു, വീടൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 3ാം ക്ലാസ്സിലെ പഠിക്കുന്ന മിടുക്കിയാണ്. എന്നിട്ട് ഈ കൊച്ചു പറഞ്ഞ ഒരു സങ്കടമുണ്ട്. അച്ഛാ, ധ്യാനം കഴിയുമ്പോൾ മോളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പപ്പയും മമ്മിയും വരും. ധ്യാനം കഴിയുമ്പോൾ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ പപ്പയും മമ്മിയും വരും. അവരെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാം. അച്ഛൻ അവരോട് ഇങ്ങനെ ഒന്ന് പറയണം, എല്ലാ ദിവസവും ഈ മോളുടെ കൂടെ ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് ഒന്ന് കളിക്കണം, അല്ലെങ്കിൽ സമയം ചെലവഴിക്കണം എന്ന് അപ്പയോട് അമ്മയോട് പറയണം എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ കണ്ണുനീര് വീഴുകയാണ്. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ സങ്കട, തന്നെ സ്നേഹിക്കുന്ന, തന്നെ കരുതുന്ന അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യമില്ലാത്തതിൻ്റെ ഒരു സങ്കടം. പ്രിയമുള്ള മാതാപിതാക്കളെ, തമ്പുരാൻ നൽകിയതാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തിയേക്കണം. ദൈവം നൽകിയ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, വലിയ സങ്കടത്തിനത് കാരണമായി തീരും. ഒരു 10, 18, 20 വയസ്സൊക്കെയായി കഴിയുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളുമായിട്ട് ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കും കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല ജീവിതം ഉണ്ടല്ലോ, ഒരു നന്മയുടെ കാലഘട്ടം, അത് തിരിച്ചു തരാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളെ, അത് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾക്കും ദൈവം നൽകിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരംഭ വചനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ അതിലേക്ക് കടന്നു വരിക. പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നുണ്ട്. നല്ലതാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് കിട്ടാതിരുന്ന, അവരുടെ കാലഘട്ടത്തിൽ ലഭിക്കാതിരുന്ന എല്ലാ സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൊടുത്തോ വേണം. പക്ഷേ ഓർക്കണം കേട്ടോ, അതോടൊപ്പം ദൈവത്തെ കൂടെ കൊടുക്കാനായിട്ട് മറന്നു പോകല്ല്. ദൈവത്തെ കൂടെ കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ കൃപയില്ലാതെ കുഞ്ഞുങ്ങൾ മുന്നേറിയാൽ അത് ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം അസ്വസ്ഥതകൾക്ക് കാരണമായി തീരും. പ്രിയമുള്ളവരെ, ദൈവീക കൃപയിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയേക്കണം.
ദൈവത്തെ കൊടുക്കാനായിട്ട് മറന്നു പോയേക്കില്ലേ? അച്ഛനൊരു സങ്കടം പറയാനുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നാളെ വേദപാഠ പരീക്ഷ എന്നൊന്നും പറഞ്ഞ് ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. അപ്പം ഭൗതികമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുവാനായിട്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ദൈവം നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ നോക്കുക, അവരെ ദൈവത്തെ കൊടുത്തു വളർത്തുക. മനുഷ്യൻ്റെ ശാരീരിക ഇഷ്ടങ്ങളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ദൈവം ദാനമായി നൽകിയതാണ്, അനുഗ്രഹമായി നൽകിയതാണ് മക്കളെങ്കിൽ ആ ദൈവത്തെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തണം. തീർച്ചയായും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി മുടക്കിയുള്ള പഠനമൊന്നും വേണ്ട, അനുദിന കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടുള്ള യാതൊരു പഠനവും വേണ്ട. തമ്പുരാനെ കൊടുത്തേക്കണം. പരിശുദ്ധ അമ്മയുടെ ജപമാലയൊക്കെ മക്കളെ കൊണ്ട് അങ്ങ് ചൊല്ലിപ്പിച്ചേക്കണം. അതിനൊന്ന് നോക്കി, നമ്മുടെ തലമുറയിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസമല്ലേ അത്? ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ദൈവകൃപകൾ നമ്മളിലേക്ക് ഒഴുകപ്പെടും. അതിന് തടസ്സം നിൽക്കുന്നതാണ് ഈ തിന്മയുടെ സ്വാധീനമാണ്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കുരിശുവരിച്ചിട്ട് കാര്യമില്ല. അപ്പൻ എന്ന ഉത്തരവാദിത്വം, അപ്പൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം, അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. മാതൃകാപരമായ കുടുംബം, അപ്പനെയും അമ്മേനെയും കണ്ട് മക്കൾ വളരട്ടെ. ഞങ്ങൾക്ക് ഓർക്കുന്നുണ്ട് അല്ലേ, ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് പള്ളിയിൽ പോയേക്കണം. വേറെ ഒന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല. ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിൽ പോകണം. അത് എത്ര ദൂരം ഉണ്ടെങ്കിലും. ഞാൻ മാത്രമല്ല കേട്ടോ, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഇടവകയിൽ എല്ലാ പിള്ളേരും വരും. ഞങ്ങൾ കൂട്ടമായിട്ട് അങ്ങോട്ട് പോകും. പള്ളി കഴിഞ്ഞ് കൂട്ടമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു വരും. പള്ളിയിൽ പോയേക്കണം. വീട്ടിലെ കുടുംബ പ്രാർത്ഥന, അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഒരാഴ്ച ചേച്ചി ജപമാല ചൊല്ലിയാൽ അടുത്ത ആഴ്ച ചേട്ടൻ, മൂന്നാമത്തെ ആഴ്ച ഞാൻ, അങ്ങനെ മാറിയാ മക്കളെ കൊണ്ട് ജപമാല. ഇന്നൊക്കെ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഇടവകയിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പിള്ളേരോട് കൊന്തയുടെ രഹസ്യങ്ങൾ ചോദിച്ചാൽ പലതും അതുങ്ങൾക്ക് അറിയത്തില്ല. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അച്ഛൻ സ്നേഹത്തോടെ പറയുക, നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. മക്കളെ കൊണ്ട് ജപമാലയൊക്കെ ചൊല്ലിച്ച് പഠിപ്പിച്ചേക്കണം. ഇനി അമ്മമാരും അപ്പച്ചന്മാരും അല്ല കൊന്ത ചെല്ലേണ്ടത്, വല്യപ്പച്ചന്മാരും അല്ല. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ദിവസമൊക്കെ ചെല്ലിക്കുക. പക്ഷേ ഈ മക്കളെ അത് പഠിപ്പിക്കണം. എവിടെയായിരുന്നാലും, അത് ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല, മലയാളത്തിലായാലും കുഴപ്പമില്ല. ഓർക്കണം കേട്ടോ, എന്തെല്ലാം നേടിയാലും തമ്പുരാൻ കൂടെയില്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ ഫലവത്താവില്ല. അപ്പം നമ്മളായിരിക്കുന്ന ജീവിതം, അതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം, നിൻ്റെ വിളിയും നിയോഗവും. അപ്പം എൻ്റെ വിളി ഒരു നല്ല അപ്പനാവുക എന്നതാണെങ്കിൽ അപ്പനാകണം, ഒരു നല്ല അമ്മയാവുക എന്നതാണ് എൻ്റെ ദൈവവിളിയെങ്കിൽ അതങ്ങനെ ആയി തീരണം. അതല്ലാതെ ഞാൻ മുന്നേറുമ്പോൾ അത് തിന്മയുടെ സ്വാധീനം കടന്നു വരുന്ന വഴികളായിട്ട് മാറും. അതുകൊണ്ട് നല്ലൊരു അപ്പനാവുക, നല്ലൊരു അമ്മയാവുക, കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക, ദൈവത്തെ കൊടുത്ത് വളർത്തണം, സ്നേഹത്തോടെ അവർക്ക് ശിക്ഷണം കൊടുക്കണം, ശാസനം കൊടുക്കണം. ഇതെല്ലാം മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരെ ചേർത്ത് പിടിക്കുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതും അത് തന്നെയാണ്. പണ്ടൊക്കെ 4, 5 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിലെ മുതിർന്ന ആള് അല്ലെങ്കിൽ മൂത്ത മകള് ചേച്ചിയമ്മയാണ്. അമ്മയുടെ സ്ഥാനമുണ്ട്. എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ട് വന്നാൽ അതിനെ തൂത്തു തലോടാനും ആശ്വസിപ്പിക്കാനും ഒക്കെ വീട്ടിൽ ആളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. 1-2 പിള്ളേരൊക്കെയാണ്. 1-2 പിള്ളേരൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഈ പിള്ളേര് സ്വാർത്ഥ ചിന്തകളുണ്ടാകും. എല്ലാത്തിനും കാരണന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അവരുടെ കൂടെ ഉണ്ടായിരുന്നേക്കണം. കരുതലോടെ വാത്സല്യത്തോടെ അവരെ സ്നേഹിച്ച് മുന്നോട്ട് നയിച്ചേക്കണം. ആ ഒരു ഉത്തരവാദിത്വം കൂടെ പ്രിയമുള്ള മാതാപിതാക്കളെ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. നല്ല മാതൃക കൊടുത്ത് സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങൾ മുന്നോട്ട് നയിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുവാൻ ലോകാരൂപിയായ പാപത്തിൻ്റെ, തിന്മയുടെ ബന്ധനം നിങ്ങളിലേക്ക് കടന്നു വരുന്ന വഴിയാണ് അതെന്ന് തിരിച്ചറിയണം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃപയോടെ നിങ്ങൾ നിർവഹിച്ചേക്കണം. ഇത് കേൾക്കുമ്പോൾ പ്രിയമുള്ള മക്കൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാകും. സ്നേഹം നിറഞ്ഞവരെ,
നന്മ നിറഞ്ഞ ജീവിത മാതൃക കുഞ്ഞുങ്ങളെ കൃപയിലേക്ക് നയിക്കും. അതിന് തടസ്സം വരുത്തിയേക്കല്ല കേട്ടോ. ഒരിക്കലൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഞാനൊരു വീട് സന്ദർശനത്തിന് ചെന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിലെ ചേച്ചി എന്നോട് അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചിപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചു. ഈ ചേച്ചി ഒന്നും കൂടെ പറഞ്ഞു അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ഞാൻ ഓർത്തു ഞാൻ പറഞ്ഞത് കേട്ട് കാണിയല്ല. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു ചേച്ചി ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ വീട്ടിലിരുന്നു. ചേച്ചി വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ചേട്ടൻ ജോലിക്ക് പോയിരിക്കുകയാണ്, ഒരു ഡോക്ടറാണ് ഹസ്ബൻഡ്. ചേച്ചി മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. എന്നിട്ട് ചേച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ കടന്നു വന്നപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഒരു പക്ഷേ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയാ, ഞാനിങ്ങനെ ഓർത്ത് ഞാൻ ആദ്യം മറുപടി പറഞ്ഞപ്പോൾ കേട്ട് കാണിയല്ല, അതുകൊണ്ടായിരിക്കും ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല, ആദ്യത്തെ സ്തുതി എൻ്റെ സ്തുതിയാണ്, 2ാമത്തെ സ്തുതി എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ട്, 4 മാസം കഴിഞ്ഞു, കുഞ്ഞിൻ്റെ സ്തുതിയാണ് അച്ഛന് തന്ന്. അപ്പം ഞാൻ ശരി ഈശോ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി പറഞ്ഞാ ഞാനും കുഞ്ഞും ഒന്നിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സ്വർഗസ്വനായ പിതാവ് ചെല്ലും, അന്നു വേണ്ടുന്ന ആഹാരം ചെല്ലാൻ കുഞ്ഞിന് സമയം കൊടുക്കും. ഞാൻ അടുത്ത പ്രാർത്ഥന ചെല്ലും, നന്മ നിറഞ്ഞ മറിയമേ ചെല്ലും, കുഞ്ഞിന് പരിശുദ്ധ മറിയം ചെല്ലാനായിട്ട് സമയം കൊടുക്കും. രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലഘട്ടത്തിലും ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ഒത്തിരി നല്ല ദമ്പതിമാരുണ്ട്, മാതാപിതാക്കളുണ്ട്. ആ ദൈവ ചൈതന്യത്തിൻ്റെ നിറവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മറ്റൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ വീട്ടിലിതാ 4 മക്കളുണ്ട്, അപ്പനും അമ്മയുണ്ട്. പ്രാർത്ഥിക്കുവാനായി തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു വീട്ടിലെല്ലാവരുടെയും ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ പേരിൻ്റെ നേരെ ഓരോ ദിവസം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ആ പേപ്പറിലേക്ക് നോക്കുന്നത് കണ്ട് ആ വീട്ടിലെ കുടുംബനാഥൻ എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ പേപ്പറിലേക്ക് നോക്കുകയായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു അതെ, നിങ്ങളുടെയൊക്കെ പേര് കണ്ടു, ഓരോ ദിവസവും കണ്ടു. എന്നിട്ട് ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞ അച്ഛാ, അത് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പള്ളിയിൽ പോകാനുള്ളവരുടെ ലിസ്റ്റാണ്. അതിൽ എൻ്റെ പേരുണ്ട്, ഇവളുടെ പേരുണ്ട്, മക്കളുടെ പേരുണ്ട്. ഡിഗ്രി പഠിക്കുന്ന കൊച്ചു മുതൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെയുള്ള കുഞ്ഞിൻ്റെ പേരുണ്ട്, 4 മക്കൾ, അവരുടെ എല്ലാവരുടെയും പേരുണ്ട്. എന്നിട്ട് അപ്പൻ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും പരീക്ഷയുണ്ടാകും, ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ടാകും, പള്ളിയിൽ പോയേക്കണം. ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു മാറ്റം. ഞായറാഴ്ച ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോകും. പ്രിയമുള്ളവരെ, തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. മാതാപിതാക്കളെ, ഈശോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകിയതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ദൈവത്തെ കൊടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അത് നിങ്ങൾ ഏറ്റവും കൃപയോടെ നിർവഹിക്കുമ്പോൾ കുടുംബത്തിൽ ദൈവാനുഗ്രഹമുണ്ടാകും. അതിന് തടസ്സം നിൽക്കുന്ന തിന്മയുടെ സ്വാധീനമായി പിശാച് കടന്നു വരുമ്പോൾ ഓർക്കണം, കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനായി തിന്മ പല വിധത്തിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. അതിലൊരു വഴിയാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ. അതിൽ നിന്നും മാറി നിൽക്കുവാനായി പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഇതിൻ്റെ തുടർച്ചയെന്ന വണ്ണം മക്കൾ നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ ദൈവം നൽകിയ ജീവിതത്തിൻ്റെ വിളിയിൽ കൃപയോടെ മുന്നേറുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിനെക്കുറിച്ച് നാളത്തെ ചിന്തയിൽ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹമായ മക്കൾ ദൈവകൃപയിൽ എങ്ങനെ ജീവിക്കണം, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എങ്ങനെ ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്ന് നാളത്തെ ക്ലാസ്സിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ, കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ടും ഞാൻ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ വിളിയിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ മുന്നേറുവാനായിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാത്ത ദമ്പതികളെ ഒന്ന് സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മ മാതാവേ, അവരുടെ കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങളെ നൽകുവാനായിട്ട് അമ്മയുടെ പ്രിയമകനോട്, പ്രിയപുത്രനോട് അപേക്ഷിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്
ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മനസ്സിൽ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. പിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നോക്കിക്കൊണ്ട് ഹല്ലേലൂയ 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 ആമേൻ. സർവ്വടികേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. പ്രാർത്ഥനയോടെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ഉത്തിതനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാർത്ഥിച്ചനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. സന്തോഷത്തോടെ ഉണർവോടെ പാടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. 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 യേശുനാഥാ പാടട്ടെ. ആമേൻ. ആമേൻ. ദൈവപുത്ര ആമേൻ. ആമേൻ. സർവശക്താ നിത്യപിതാവേ. ചേർന്ന് പാടട്ടെ. ആമേൻ. ആമേൻ. യേശുനാഥാ ആമേൻ. ആമേൻ. ദൈവപുത്ര ആമേൻ. ആമേൻ. സർവശക്താ നിത്യപിതാവേ. ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന കരങ്ങൾ ഉയർത്തി അധരം
തുറന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. ഈശോ അഭിഷേകം ഒഴുകുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കൃപകൾ, അനുഗ്രഹങ്ങള് നമ്മുടെ ശുശ്രൂഷയുടെ ഈ ദിവസം എല്ലാവരിലേക്ക് ചൊരിയപ്പെടട്ടെ. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരിലേക്ക് കർത്താവേ നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ കൃപകൾ ഒഴുകണമേ, അഭിഷേകം ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയേ നന്ദി, ഈശോയേ ആരാധന, 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 ആരാധന. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് വിടുതല്, ലോകാരൂപിയിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതല്, മോചനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരണ റിയ 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 റിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരണ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങളെ ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയെ ആരാധിച്ചുകൊണ്ട് ആമേൻ യേശുനാഥാ. ഈശോയെ നോക്കിക്കൊണ്ട് ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ത്രിയേക ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലെ ത്രിയേക ദൈവത്തിന്റെ നിറവുണ്ട്. ത്രിയേക ദൈവത്തിന്റെ വലിയ കൃപ, അഭിഷേകം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരിലേക്കും തമ്പുരാൻ പകർന്നു നൽകുന്ന നിമിഷ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടോ പ്രിയമുള്ളവരെ. ഈശോയെ ഈ ദിനങ്ങളിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുക. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ ലഭിച്ച നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു അഭിഷേകം. ഈശോയ്ക്ക് നന്ദി പറയാം. ഉണർവോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ചൊരിഞ്ഞ് എല്ലാവരെയും ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവികാരുണ്യ ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്നത്തെ നിയോഗം മനസ്സിലൊന്നോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ആരാധനയുടെ നിമിഷങ്ങളിൽ എപ്പോഴും ആ നിയോഗം മനസ്സിലുണ്ടാകണം കേട്ടോ. കാരണം ഈ 33 ദിനങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന ആ കുടുംബത്തിൻ്റെ നിയോഗത്തിൻ്റെ മേൽ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേൽ ഈശോ വലിയ കൃപ, വലിയ ഇടപെടൽ, വിശ്വസിക്കാനാവാത്ത വിധം തമ്പുരാൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. ഉറപ്പാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പ്രിയമുള്ളവർ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തി, ദൈവം നമുക്ക് നൽകിയ ആയുസ് അത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് ഞാൻ നിങ്ങളെല്ലാവരും. തമ്പുരാൻ പറയുക, യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലൂടെ ആ കരുണയുള്ള പിതാവ് നമ്മളോട് പറയുക, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ദിവികാരുണ്യ ഈശോയിതാ പ്രിയമുള്ളവരെ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ പ്രാർത്ഥന നിയോഗത്തിൻ്റെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാ ഈശോ വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യു ആർ മൈൻ. നീ എൻ്റെ പ്രിയപ്പെട്ട മകനാ, നീ എൻ്റെ പ്രിയപ്പെട്ട മകളാ. ഷോയുടെ സ്വന്തമായിട്ടോ നമ്മൾ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല.
അഗ്നിജ്വാലയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നോക്കിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അൾത്താരയിലുള്ള ഈശോ നിന്നെ നോക്കിക്കൊണ്ട് പറയുക, നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് ബഹുമാന്യനാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ കൂപ്പി ഈശോ എന്ന് നോക്കിക്കേ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവം എനിക്ക് നൽകിയ എൻ്റെ ജീവിതം അത് വിലയുള്ളതാട്ടോ. ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കും. ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കും. ദൈവം നൽകിയ ആയുസ് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല. തമ്പുരാൻ എനിക്ക് നൽകിയ ആരോഗ്യം, എനിക്ക് നൽകിയ ആയുസ് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല. തീരുമാനം എടുത്തോ. ഈശോയെ, ഏതെങ്കിലും ദുശീലങ്ങളിലൂടെ, മദ്യപാനത്തിലൂടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അങ്ങ് നൽകിയ ആയുസ്സിനെ ഞാൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈശോയെ അതിൽ നിന്നും വിടുതൽ നൽകണമേ, വിമോചനം നൽകണമേ. എൻ്റെ ശരീരം, ഈശോവചനത്തിലൂടെ ഓർമ്മപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും തിന്മയുടെ മേഖലകൾ ഉണ്ടെങ്കിൽ ഈശോയെ വിശുദ്ധീകരിച്ചിരണേ. എന്നെ പൂർണ്ണമായി പവിത്രീകരിക്കണമേ. തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, പാപമാലിന്യങ്ങളിൽ നിന്ന്, ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന തെറ്റായ ചിന്തകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങളിൽ നിന്ന് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ. എൻ ദേഹവും എൻ ആത്മാവും എൻ മാനസവും പൂർണ്ണമായി നദാ പവിത്രീകരിച്ചിടണം. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ ശരീരത്തെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് സമർപ്പിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയൊന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ചിടണേ നാഥ, എന്നെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ, പവിത്രീകരിക്കണമേ. ആഗ്രഹത്തോടെ ആത്മാർത്ഥമായിട്ട് പാടിയൊന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, ദൈവം നൽകിയ ആയുസ്സിനെ നഷ്ടപ്പെടുത്തുന്ന മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ആരാധനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ നിമിഷം ദിവികാരുണ്യ ഈശോയുടെ ആരാധനയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മനസ്സിൽ, നിന്റെ കുടുംബത്തിലുള്ള നിന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു ദുശീലത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ വലിയ സങ്കടം പേറുന്നുണ്ടെങ്കിൽ ഈശോയെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ, മകളെ, മകനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ മാലിന്യങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നീ പ്രാർത്ഥിച്ചോ. ഈശോ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. തീർച്ചയാണ്. വിശ്വാസത്തോടെ ഏറ്റുപാടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും എല്ലാ ദുശീലങ്ങളിൽ നിന്ന് മാനസവും
മാനസവും പൂർണ്ണമായി ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ സ്വന്തമായിട്ട് നടച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയം എൻ്റെ ശരീരം. കർത്താവിൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, നന്മയായത് കാണുവാൻ. എൻ്റെ കാതുകളെ നീ വിശുദ്ധീകരിക്കണമേ, നല്ലത് കേൾക്കുവാൻ. എൻ്റെ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, നല്ലത് പറയുവാൻ. എൻ്റെ ഹൃദയത്തെ നാഥാ നീ വിശുദ്ധീകരിക്കണമേ, നന്മയായത് ചിന്തിക്കുവാൻ. ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ മേഖലകളെയും നീ വിശുദ്ധീകരിക്കണമേ. ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും മോശമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വയം വിശുദ്ധീകരിക്കണമേ. മോശമായത് ഞാൻ കണ്ടു, മോശമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ശരീരത്തെ നാഥാ നീ പൂർണ്ണമായി വിശുദ്ധീകരിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ശരീരം ആത്മാവും മാനസവും ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം പൂർണ്ണമായി ലൈംഗിക വീഴ്ചകളിൽ നിന്നും മോചനം നൽകി, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നൽകി. ശരീരവിശുദ്ധി നഷ്ടപ്പെടുന്ന എല്ലാ പാപമേഖലകളിൽ നിന്ന് മോചനം നൽകണം. കുപ്പിപ്പിടിച്ച് പൊന്നു തമ്പുരാനെ നോക്കുക. യേശു നമ്മളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കണ്ട് ദൈവം നൽകിയ ആയുസ്സ, ദൈവം നൽകിയ ജീവന. ഏതെങ്കിലും കുടുംബങ്ങളിൽ, ദാമ്പത്യങ്ങളിൽ ദൈവം നൽകിയ കുഞ്ഞിനെ അബോർഷൻ മൂലം വലിയൊരു പാപത്തിൻ്റെ ബന്ധനം കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാനതിന് ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോടെ മുൻപിൽ മപ്പപേക്ഷിക്കേണ്ട വലിയൊരു തിന്മയുടെ മേഖല. കർത്താവേ, ആ ഒരു വലിയ ബന്ധനത്തിൽ നിന്ന്, ഒരു പാപ മേഖലയിൽ അകപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വിടുതൽ നൽകി വിശുദ്ധീകരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവരും ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ആ ഒരു മേഖലയെ സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങൾ ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി സ്വയെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥനയോടെ ചേർന്ന് സ്വരമുയർത്തി പാടുന്നു, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, എല്ലാവരും വിശുദ്ധീകരിച്ചിടണേ. പ്രാർത്ഥനയോടെ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കരങ്ങൾക്ക് ഉപ്പിതിവികാരണി സ്വയം നോക്കുമ്പോൾ, കർത്താവേ, വിമല സങ്കേതം ദിവികാരുണ്യ ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദിവികാരുണ്യ ഈശോയെ നിങ്ങളുടെ പക്കലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെ ഒന്ന് മനസ്സിലോർത്ത് ഷോഡസന്നിധിയിലേക്ക് അവയൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇവിടെ അയച്ചു തന്നിട്ടുള്ള നിയോഗങ്ങളിൽ സഹോദരൻ്റെ വിസ, അതിനുള്ള തടസ്സങ്ങൾ, വിദേശത്തേക്ക് പോകാൻ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ എടുത്തു മാറ്റാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഏതെങ്കിലും വിസ പ്രോബ്ലമായിട്ട് അസ്വസ്ഥപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ
സമർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞിൻ്റെ ശ്വാസതടസ്സം, ആസ്മ, അതൊന്ന് മാറുവാനായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ശ്വാസതടസ്സം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രത്യേക നിയോഗം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നിയോഗത്തിൽ ചേർക്കണം. വിദേശത്ത് ഖത്തറിൽ പനി ബാധിച്ച്, അത് തലച്ചോറിനെ ബാധിച്ചു, അത് ഫംഗസ്, ഇതാ ഓർമ്മ നഷ്ടപ്പെടുന്നു. വലിയ ഒരു അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, വേദനിക്കുന്ന കുടുംബം, ആ നിയോഗത്തെ സമർപ്പിക്കുന്നു. ഈശോയെ എടുത്തു മാറ്റണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിയോഗങ്ങളെ സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ, നിങ്ങളുടെ നിയോഗങ്ങൾ, ഇവിടെ ഒത്തിരി നിയോഗങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെല്ലാം വായിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ടാട്ടോ എല്ലാം വായിക്കാത്തത്. ഇതെല്ലാം ഈശോയോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. പ്രധാന നിയോഗങ്ങൾ അച്ഛനടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളുടെ നിയോഗങ്ങളുണ്ട്. ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചേ, പ്രാർത്ഥിച്ചേ. ഈ തമ്പുരാനുണ്ടല്ലോ എല്ലാവരെയും അനുഗ്രഹിക്കുന്നവന്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാട്ടോ. ഈശോ അനുഗ്രഹിക്കും. തീർച്ചയായും ദിനങ്ങളെ ശുശ്രൂഷകളിലൂടെ ഒക്കെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വരും ദിവസങ്ങളിൽ ശുശ്രൂഷകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, വലിയ സംരക്ഷണം കേട്ടോ. അമ്മയിലൂടെ നമ്മളെ അനുഗ്രഹിക്കുക. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ചോ, നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചോ. ഈശോയെ, നിൻ്റെ ദിവികാരുണ്യ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടിന്മേലായിരിക്കുമ്പോൾ നിൻ്റെ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുധരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നന്മ പ്രവൃത്തി. മക്കളില്ലാത്ത ദമ്പതികൾക്കു വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.